ഹലോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ഫസ്റ്റത്തെ ഓൺ വോയിസാണ്. അപ്പം നമുക്കൊരു മസാല കുയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. വേറൊന്നുമില്ല, സാധാരണ നമ്മൾ അരിയും ഉഴുന്നും വെള്ളത്തിലിടുക, അത് നന്നായിട്ട് അരയ്ക്കുക. നമ്മളിവിടെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോറും അരയ്ക്കലുണ്ട്. ഈസ്റ്റ് ഇടലില്ല, ചിലർ ഈസ്റ്റ് ഇടും, നമ്മളിവിടെ ഈസ്റ്റ് ഇടലില്ല. അപ്പോൾ നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ ഈ മസാല കുയ്യപ്പത്തിന് അരയ്ക്കുമ്പോൾ നമ്മളതിനെ ഒരു കഷ്ണം ഇഞ്ചി കൂടി വേണം അരയ്ക്കാൻ. എന്നിട്ട് മാവ് പൊന്താൻ വേണ്ടി വെക്കുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല മിക്സാക്കിയിട്ട് മാവ് പൊന്താൻ വേണ്ടി വെക്കുക. അപ്പോൾ മാവ് പൊന്തി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കാം. ഞാനതിന് വേണ്ടിയുള്ള പച്ചമുളക് അരിയായിരുന്നു. അപ്പോൾ അത് അച്ചമ്മയും മോളും കൂടി ആനകളി. മോക്കാണെങ്കിൽ അച്ചമ്മേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആനകളി കൂടുതലാണ്. അമ്മയാണ് അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വന്ന കാര്യം, നമ്മൾ ഇഞ്ചി നല്ല ചെറുതാക്കി അരിഞ്ഞതിന് വെല്ലുള്ളി അരിയാം. വെല്ലുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി ആയാലും മതി, ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. നമുക്കിവിടെ വെല്ലുള്ളി ഉണ്ടായിരുന്നുള്ളൂ, ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വെല്ലുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു. അതിന് ശേഷം കടുക് പൊട്ടിച്ചു, കരിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു. അതിന് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി അതൊക്കെ നല്ല രീതിയിൽ വാട്ടിയെടുത്തു. ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് മോള് വരുന്നുണ്ട് കേട്ടോ. മോള് വന്നിട്ട് അമ്മ നോക്കട്ടെ പറഞ്ഞ് എൻ്റെ മേൽ കയറാൻ നോക്കുക. അപ്പോഴത്തേനും അമ്മ ഇതാ നല്ല രീതിയിൽ വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മാവിലേക്ക് ഇത് കലക്കുകയും ചെയ്തു കേട്ടോ. കുറച്ച് മാവ് എടുത്തുള്ളൂ, ബാക്കി മാവ് നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് മാവിൽ ഈ മസാലയും പിന്നെ സാധാ പോലെ ഉപ്പിട്ടിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഉപ്പിട്ടിട്ടും ചെയ്തു, പച്ചമുളകില്ലാതെ. പിന്നെ ഉള്ളിയൊന്നും ഇല്ലാണ്ട് ഉപ്പിട്ടിട്ട് സാധാ പോലെ ആക്കുകയും ചെയ്തു. അപ്പോഴത്തേനും ഞാൻ എന്തൊക്കെ പച്ചമുളകും തേങ്ങയൊക്കെ സെറ്റാക്കി അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടുകടലയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ചട്ടി വെച്ചു, കടുക് പൊട്ടിച്ച് കുറച്ച് കരിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് നല്ല മിക്സാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുയ്യപ്പം കൂട്ടിയിട്ട് ഇത് കഴിച്ച് നോക്കിയിട്ട് വരാം. ആരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.